ഇന്നത്തെ യുവതലമുറയിനിടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തടയാൻ പറ്റുക? ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യമില്ല. അവർ ജീവിക്കണ ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ പറയുമ്പോൾ ജനകീയ പോലീസൊക്കെ ഇടപെടുന്നുണ്ടെന്ന് പറയുമെങ്കിലും അതൊക്കെ വെറുതെയാണ് ഒരു പരിധി വരെ. ഇപ്പോൾ ഞാൻ കുറച്ച് നാളൊരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഈ മദ്യം, കഞ്ചാവ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ഇവർക്കത് വിളിച്ച് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്താൽ പോലും ഇവിടുന്ന് പിടിച്ചിട്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തോണ്ട് ഇറക്കി വിട്ടിട്ട് പോകും. അട്ടപ്പാടിയിലൊരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് അനുഭവമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വന്ന് ഇവരെ ജാമ്യത്തിലിറക്കാം. അവർ നമ്മൾ ആദിവാസികൾ, ജനറൽ അങ്ങനെ തരംതിരിച്ചൊക്കെയാണ് അവിടെ നിയമം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ തരംതിരിവ് വരുമ്പോഴാണ് കൂടുതലായിട്ടും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ അവർ എസ് ടികളാണ്, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ് ഒരു പരിധി വരെ അവരെ ഒഴിവാക്കുന്നത്. പക്ഷേ അങ്ങനെ ആ ഒഴിവാക്കൽ വരുമ്പോൾ അവരുടെ മറവിൽ നിന്ന് ജനറലിൻ്റെ ആൾക്കാരും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ബോധവൽക്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പുകളുടെ കൂടെ പോയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അത് കണ്ടുപിടിക്കാനും പറ്റില്ല. പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ നിയന്ത്രിക്കേണ്ടത് ഒരു 80%. പിന്നെ അവർക്കും തോന്നണമല്ലോ, പറഞ്ഞത് ശരിയാണെന്നുള്ളത് തോന്നണമല്ലോ. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ പോകുമ്പോൾ കുറച്ച് അവർ പറയുന്നത് ശരി തോന്നും. അതൊക്കെയാണ് പ്രശ്നം. അത് പ്രായത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്.